ഹായ് ഗൈസ്, എൻ്റെ പേര് കിരൺ പ്രസാദ്. ഞാനൊരു ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഞാൻ ഇതിനു മുന്നേ USCMA, എൻറോൾഡ് ഏജൻറ്റ്, ACCA എന്നീ കോഴ്സുകളെ പറ്റിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എൻറോൾഡ് ഏജൻറ്റ് കോഴ്സിൻ്റെ കണ്ടന്റിൻ്റെ താഴെ 2-3 കമൻറ്റ്സ് ഞാൻ കണ്ടിരുന്നു. അതായത് കുട്ടികളുടെ സംശയമായിരുന്നു, എൻറോൾഡ് ഏജൻറ്റ് കോഴ്സ് കഴിഞ്ഞ് USCMA ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അതുപോലെ തന്നെ എൻറോൾഡ് ഏജൻറ്റ് കോഴ്സ് കഴിഞ്ഞാൽ കേരളത്തിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, ഈ എൻറോൾഡ് ഏജൻറ്റ് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റ് മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ. ഇങ്ങനത്തെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിനുള്ള ഉത്തരവായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, USCMA ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന്, എൻറോൾഡ് ഏജൻറ്റ് കഴിഞ്ഞ് USCMA ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന്. അതായത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, എൻറോൾഡ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ടാക്സ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഓക്കെ, അതേസമയം USCMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബ്രോഡർ സ്കോപ്പാണ്. അതിൻ്റെ അകത്ത് ലൈക്ക് ടാക്സ് ആംഗിൾ ഇല്ല. അതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ടോട്ടൽ ഫൈനാൻസ് ഏരിയാസ് ആണ്. അതായത് കോസ്റ്റ് കട്ടിങ്, അല്ലെങ്കിൽ പെർഫോമൻസ് ഇവാലുവേഷൻ, ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, ലൈക്ക് ക്യാപിറ്റൽ റേസിങ്, അങ്ങനത്തെ ഒരു ഫൈനാൻസ് ആസ്പെക്റ്റ് ആണല്ലോ ഉണ്ടാവും. ബുക്ക് കീപ്പിംഗ്, ഫൈനാൻസ്. ഒരു ബിസിനസ് ഓണറിന് വേണമെന്നുണ്ടെങ്കിലും, ലൈക്ക് അതായത് ഒരു യങ് എന്റർപ്രണറിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. എന്തിനാണ്, സ്വന്തം ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ ഇച്ചിരി നല്ല ഐഡിയാസ് കിട്ടും പുള്ളിക്ക്. അങ്ങനത്തെ ഒരു ടൈപ്പ് കോഴ്സാണ് USCMA. പക്ഷെ എൻറോൾഡ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ആ ഒരു സംഭവത്തിലേക്ക് മാത്രമുള്ളതാണ്. US ടാക്സേഷൻ എന്നുള്ളൊരു ആ ഒരു മേഖല മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടുക, മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുക എന്നുള്ള ഒരൊറ്റ ആസ്പെക്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എൻറോൾഡ് ഏജന്റ് കഴിഞ്ഞിട്ട് അഥവാ ഒരു ഹയർ ക്വാളിഫിക്കേഷൻ വേണമെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സുഹൃത്തിനോട് USCPA പെർസ്യൂ ചെയ്യാനേ ലൈക്ക് സെൻസിബിൾ ആയിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, USCPA ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോലെ US ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് US. ഓക്കെ, അപ്പൊ എൻറോൾഡ് ഏജന്റ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു ഹയർ സ്റ്റഡീസ് നടത്തണം തോന്നുന്ന ആളുണ്ടെന്നുണ്ടെങ്കിൽ USCPA ആണ് മോസ്റ്റ് സെൻസിബിൾ ആയിട്ടുള്ള സംഭവം. USCMA ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, എൻറോൾഡ് ഏജന്റ് ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കേരളത്തിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ്, നമ്മൾ ഏത് സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു, ഏത് സംസ്ഥാനത്ത് വർക്ക് ചെയ്യുന്നു, ഏത് രാജ്യത്ത് വർക്ക് ചെയ്യുന്നു, ഇതെല്ലാം നമ്മുടെ സാലറി എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരു 1.5 ലക്ഷം രൂപ ചെലവാക്കി ഒരു ക്വാളിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാക്സിമം റിട്ടേൺസ് ജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലേ? വീട്ടുകാർ ചെലവാക്കുന്ന കാശ് നമ്മൾ മുതലാക്കണം. അത് ലൈക്ക് അതിനുള്ള റിട്ടേൺസ് എത്രയും പെട്ടെന്ന് ജനറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെൻസിബിൾ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ കേരളത്തിലുള്ളവർക്ക് അത്യാവശ്യം നല്ല പാക്കേജോട് കൂടി തന്നെ ഇവിടെ എല്ലാം പ്ലേസ്മെന്റ് കിട്ടുന്നതാണ്. നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുകയും ഇത്തരം മെട്രോ സിറ്റികളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ കേരളത്തിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ഒരു വലിയൊരു ക്വാളിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് പ്രൊഫഷണലി ഗ്രോത്ത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോകണം. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരവായി. മൂന്നാമത്തെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഒബ്വിയസ്ലി ഇപ്പൊ നമ്മളൊരു ജൂനിയർ ലെവലിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലൈക്ക് നമുക്ക് എന്താണ് ഡേ ടൈമിൽ തന്നെ ജോലി തീർത്ത് പോകാൻ സാധിക്കുമായിരിക്കും. പക്ഷെ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഞാൻ KPMG കേമൻ ഐലൻഡ് ടീമിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് US അടുത്തായിട്ട് വരുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ 10.5 hours ടൈം ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഇത് US ടാക്സ് ക്വാളിഫിക്കേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എൻറോൾഡ് ഏജന്റ് എന്ന് പറഞ്ഞ ക്വാളിഫിക്കേഷൻ. സോ ഒബ്വിയസ് ആയിട്ടും ഒരു സീനിയർ ലെവലിൽ എത്തുമ്പോൾ നമ്മൾ ഓൺഷോർ ഉള്ള മാനേജേഴ്സുമായിട്ടൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നൈറ്റ് ഇരുന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ നൈറ്റിൽ എന്തായാലും ഇരിക്കേണ്ടി വരും. ഗ്രോത്ത് അതനുസരിച്ചിട്ട് കിട്ടും. ഓക്കെ, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു പുള്ളിക്കാരത്തിക്ക് 15 LPA സാലറി ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ മേ ബി 4 to 5 years എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കാണും. ലൈക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല, ലൈക്ക് പേഴ്സണൽ റീസൺസും ഉണ്ട്. ഓക്കെ, സോ എനിക്ക് പക്ഷെ അറിയാം. ലൈക്ക് നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കാര്യം നിങ്ങൾ കണ്ണടച്ചത് വിശ്വസിക്കേണ്ട കാര്യമില്ല. ലിങ്ക്ഡിൻ തുറക്കൂ, അതിൻ്റെ അകത്ത് എൻറോൾഡ് ഏജന്റ് അല്ലെങ്കിൽ USCMA ഏത് ക്വാളിഫിക്കേഷൻ ആണോ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ആ ഒരു ക്വാളിഫിക്കേഷൻ ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ലൈക്ക് നിങ്ങൾ ലിങ്ക്ഡിനിലും ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. പ്രൊഫഷണലി വളരണം എന്നുണ്ടെങ്കിൽ അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ ഉള്ള ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റും. എല്ലാവർക്കും റിക്വസ്റ്റ് അയക്കും. നിങ്ങൾ സ്റ്റുഡൻസ് അല്ലേ, അപ്പോൾ റിക്വസ്റ്റ് അയക്കും. ആരെങ്കിലും ഒക്കെ എന്തായാലും അക്സെപ്റ്റ് ചെയ്യും. ഒബ്വിയസ് ആയിട്ട് നിങ്ങൾക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ള പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കറക്റ്റ് ഗൈഡൻസ് കിട്ടും. ഇത്തരം വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഇനിയും ഇത്തരം കണ്ടന്റുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.